ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറിലും ലോഡഡും അടങ്ങിയിട്ടുള്ള ഒരു വാഹനമാണിത്. പുഷ്പട്ട സ്റ്റാർട്ട് അലോവീൽസ് ഒക്കെ വരുന്ന ഒരു വേരിയന്റ് ആണ്. 11,07,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വാഹനമാണ് ഈ മോഡൽ. 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഡെൽറ്റ പ്ലസ്, സീറ്റ പ്ലസ്, ആൽഫ പ്ലസ്. എല്ലാവർക്കും നമസ്കാരം. കെ ഓട്ടോമൊബൈൽസ് ബൈ HR എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരെ തന്നെ ഇഷ്ടപ്പെട്ട ബ്രാൻഡായ മാരുതി നെക്സയിലാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ വണ്ടികളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങൾ എന്തായാലും കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ബലേനോ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു ഹാച്ച് ബാക്ക് വണ്ടിയാണ് ബലേനോ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് നാദൃഷയോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇത് ഏതാണ് വേരിയന്റ്? ഇത് ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്, ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് ഇത്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറിലും ലോഡഡും അടങ്ങിയിട്ടുള്ള ഒരു വാഹനമാണിത്. 360 വ്യൂ ക്യാമറ വരുന്നുണ്ട്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, 6 എയർ ബാഗ്, LED ഹെഡ് ലാംപ്സ് വിത്ത് LED പ്രൊജക്ട് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഫുൾ ലോഡ് ഫീച്ചർ വാഹനമാണ്. ഇത് ഏതൊക്കെ വേരിയന്റിൽ അവൈലബിൾ ആയി വണ്ടി? ഇത് നമുക്ക് മാനുവലി ആണെങ്കിൽ 4 വേരിയന്റ്സും ഓട്ടോമാറ്റിക്കലാണെങ്കിൽ 3 വേരിയന്റ്സും അവൈലബിൾ ആയിട്ട്. 4 വേരിയന്റും ഓട്ടോമാറ്റിക്കും 3 വേരിയന്റും വരുന്നത്. അതെ. അപ്പോൾ ശരി, അപ്പോൾ ഇതിന്റെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് ഓൺ റോഡ് പ്രൈസ്, നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് വേണ്ട, നമുക്കൊരു സ്റ്റാർട്ടിങ്ങിന്റെ ഓൺ റോഡ് പ്രൈസും പിന്നെ ഇതിന്റെ ടോപ്പ് എൻഡിന് ഓൺ റോഡ് പ്രൈസും എത്ര വരും? ഇതിന്റെ മാനുവലി നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയന്റ് വരുന്നത് 8,05,000 രൂപ ആണ് ഓൺ റോഡ് പ്രൈസ്. അതിനകത്തു നിന്നാണ് നമുക്ക് ഈ ഓഫർ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയുന്നത്. പിന്നെ മാനുവലില് ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്കും 11,05,000 രൂപ വരും. ഇത് തന്നെ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ 11,45 ലക്ഷം രൂപ വരും. ഓട്ടോമാറ്റിക്കിലോട്ട് വരും. ഇതിനകത്തു നിന്നാണ് ഈ ഓഫർ കാര്യങ്ങളൊക്കെ കുറയുന്നത്. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രീമിയം ഡിസൈനിങ് ആണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫുൾ ഓപ്ഷനിൽ വരുമ്പോഴത്തേക്കും ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് കവർ വരുന്നുണ്ട്. പ്ലസ് ആ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടോസ് കൺട്രോൾസ് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ AC വെന്റ്സിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. നമ്മുടെ പുറത്തെ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് അകത്ത് കൂളിംഗ് കുറഞ്ഞു നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് സ്റ്റൈലിഷ് ആയിട്ട് തന്നെ ഒരു 9 ഇഞ്ചിന്റെ ആർക്കമിസ് സറൗണ്ടി സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് 4 സ്പീക്കർ, 2 ട്യൂട്ടർ വരുന്നുണ്ട്. ഈ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് സുസുക്കി കണക്ട് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഇൻബിൽഡ് ആണ്. നമുക്ക് വണ്ടി ഏത് രാജ്യത്തു നിന്നാണല്ലോ വണ്ടി വെഹിക്കിൾ ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് പാർക്കിംഗ് ലൈറ്റും അൾസാർ ലൈറ്റിലും നമുക്ക് ഓൺ ആക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ആണ് ഇതിനകത്ത് വരുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ലോക്കാണ് ഉള്ളത്. ആ ലോക്ക് താത്തി കഴിഞ്ഞാൽ നമുക്ക് ടിൽറ്റ്, പിന്നെ ടെലസ്കോപ്പിക്, എന്നിട്ട് നമ്മുടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ. പിന്നെ നമുക്ക് ആ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് കോൾ എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങും സ്വിച്ചസ് വരുന്നുണ്ട് നമുക്ക്. പിന്നെ ഡോറിനെ കുറിച്ചാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോ വരുമ്പോഴത്തേക്കും നമുക്ക് ഡോർ പാഡിൽ പ്രീമിയം ആയിട്ടുള്ള ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് 4 ഡോർ പവർ വിൻഡോസിന്റെ സ്വിച്ചസ് വരുന്നുണ്ട്. അതിൽ ഡ്രൈവർ സൈഡ് ഓട്ടോ സ്വിച്ച് ആണ് നമുക്ക് വരുന്നത്. പിന്നെ ആന്റി പഞ്ച് ആണ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ബാക്കിൽ ആരെങ്കിലും ഒക്കെ നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അൺലോക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ബാക്കിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പവറിന്റെ താത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാനുള്ള പവറിന്റെ ലോക്ക് സ്വിച്ചസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മിറർ ഫോൾഡബിൾ സ്വിച്ചസ്, നമുക്ക് ഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്യാനും നമുക്ക് ഇവിടെ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മിററിന്റെ ഗ്ലാസ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. നമുക്ക് നമ്മുടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് ഗ്ലാസ് ലെഫ്റ്റും റൈറ്റും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് പുഷ്പട്ട സ്റ്റാർട്ട് കീലെസ് എൻട്രിയുടെ സ്വിച്ചസ് വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് HUD ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ സ്വിച്ചസ് വരുന്നത് ഇവിടെയാണ്. പിന്നെ ഇതിനകത്ത് ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ, അതിന്റെ സ്വിച്ചസ് ഇവിടെയാണ് വരുന്നത്. നമുക്കത് ഫംഗ്ഷൻ വേണമെങ്കിൽ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺ ആക്കാം. നമുക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. അപ്പോൾ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ക്ലസ്റ്ററിൽ ഓഫ് എന്ന് എഴുതി കാണിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് HUD ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ നമ്മുടെ പൊസിഷനിലുള്ള സ്പീഡും കിലോമീറ്ററും ടൈമും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് മേപ്പോട്ടും താഴത്തോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ സ്വിച്ചസ് ആണ് ഈ വരുന്നത്. ഇത് ട്രാക്ഷൻ കൺട്രോൾ ആണ്, ഇത് ഓട്ടോ ആണ് വരുന്നത്. ട്രാക്ഷൻ കൺട്രോൾ നമ്മൾ മഴയുള്ള സമയത്തേക്ക് ടയർ സ്കിഡ് ആയിരിക്കാൻ വേണ്ടി ട്രാക്ഷൻ കൺട്രോൾ. ഓവറോൾ ഇതൊരു ഫുൾ
ഫുൾ ലോഡ്, അതെ ഇത് ഫുൾ ലോഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇതിൽ തന്നെ നമുക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്, IRVM മിറർ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ഇതിനകത്ത് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വാഹനത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ടോപ്പ് എൻഡിന് 11 ലക്ഷത്തി. ഇതിപ്പം ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് വരുന്നത്. ഇത് 11,86,000 ഓൺ റോഡ് പ്രൈസ് വരുന്ന വാഹനമാണ്. ഇതിനകത്ത് നിന്നാണ് നമുക്ക് കൺസ്യൂമർ ഓഫർ, ഓണോ ഓഫർ, എക്സ്ചേഞ്ച് വണ്ടി ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ്, ഗവൺമെന്റ് എംപ്ലോയി, കോർപ്പറേറ്റ് ഓഫർ എല്ലാം കുറയുന്നത് ഇതിനകത്ത്. ഓക്കെ, നമ്മുടെ അടുത്ത വണ്ടി എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ബ്രോ, ഏതാണ് നമ്മുടെ അടുത്ത വണ്ടി? ഏതാണ് നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്സയുടെ സ്റ്റാർട്ടിംഗ് പ്രൊഡക്റ്റ് ആയ ഇഗ്നീസ് എന്ന് പറയുന്ന മോഡലാണ്. ഇഗ്നീസ് എന്ന് പറയുന്ന മോഡൽ. ഓക്കെ, ഇത് ശരിക്കും മണി ഫോർ വാല്യൂ എന്ന് പറയാം. ഓക്കെ, ഇതിനെ കുറിച്ച് നമുക്ക് ഇഗ്നീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സാധാരണ ആൾക്കാരുടെ ഇടയിലേക്ക് മനസ്സിലോട്ട് ആദ്യം വരുന്നത്? ഒരു അവർക്ക് എല്ലാം കൊണ്ടും ബഡ്ജറ്റ് കൊണ്ടാണെങ്കിൽ എല്ലാം കൊണ്ടും ഒത്തൊടുങ്ങുന്ന ഒരു വണ്ടി ആണോ? അതെ, തീർച്ചയായിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പാറ്റ് XUV ടൈപ്പ് കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണിത്. ഇത് നമ്മളെ മാരുതിയുടെ 18 പ്രൊഡക്റ്റ് ഏകദേശം ഉണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ടേണിംഗ് റേഡിയസ് ഉള്ള ഒരു വാഹനമാണിത്. നമുക്ക് 5 പേർക്ക് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് മൈലേജ് തന്നെയാണ് ഏറ്റവും വലിയ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് സ്ട്രൈറ്റ് റോഡെ നമുക്ക് കൺഫേംഡ് നമുക്ക് 20 മൈലേജ് നമുക്ക് കിട്ടുന്ന ഒരു വാഹനമാണ്. ഇത് 1.2 4 സിലിണ്ടർ എഞ്ചിനാണ് ഈ വാഹനം വരുന്നത്. 1.2 4 സിലിണ്ടർ. അതെ. ഈ മൈലേജിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഒരു ലോങ് ഡ്രൈവ് അങ്ങനെയൊക്കെ പോകും. നമ്മൾ വിത്ത് AC ലോക്കൽ ഓട്ടത്തിനാണ് നമുക്ക് 20 മൈലേജ് കൺഫേം ആയിട്ട് കിട്ടുന്നത്. അതെ, പിന്നെ ഇതിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ഗ്രില്ല് തന്നെ നമുക്കൊരു സ്റ്റൈലിഷ് ആയിട്ടാണ് ഇതിന്റെ ഗ്രില്ല് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ മാനുവലിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനുവലിൽ നമുക്ക് 4 വേരിയൻസും ഓട്ടോമാറ്റിക്കലി 3 വേരിയൻസും ആണ് ഇതിന് വരുന്നത്. 4 വേരിയന്റും ഓട്ടോമാറ്റിക്കലി 3 വേരിയന്റ് ആണ് വരുന്നത്. അതിൽ മാനുവലിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഇത് 3ാമത്തെ ഒരു വേരിയന്റ് ആണ്. അതായത് സീറ്റ എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ്. സീറ്റയിൽ ഓട്ടോമാറ്റിക് ആണ് ഇത് വേരിയന്റ് വരുന്നത്. ഇതൊരു ഡെലിവറി വാഹനമാണ്. ഇതിനകത്ത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഹാലജൻ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, പിന്നെ മിറർ LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോ വീൽസ് ഒക്കെ വരുന്ന ഒരു വേരിയന്റ് ആണ്. ഇതിനകത്ത് ടോപ്പ് എൻഡും ആയിട്ടുള്ള വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു DR അല്ലേ? ഫുൾ ഓപ്ഷനുമായിട്ട് ഈ ഒരു വേരിയന്റ് പുറമേ നോക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹാലജൻ ബൾബാണ് വരുന്നത്. ടോപ്പ് വേരിയന്റ് വരുമ്പോൾ LED പ്രോജക്ട് ഹെഡ് ലാംപ്സ് വിത്ത് LED DRs വരുന്നുണ്ട്. പുറമേ നോക്കുമ്പോൾ അതാണ് മെയിൻ ആയിട്ട് വ്യത്യാസം. ഇന്റീരിയറിൽ ഒരു 2-3 കാര്യങ്ങളിൽ ഇന്റീരിയൽ വ്യത്യാസമുണ്ട്. ടോപ്പ് എൻഡുമായിട്ട്. നമുക്ക് എന്നാ അതിന്റെ ഇന്റീരിയർ ഒന്ന് കണ്ടാൽ. അപ്പൊ ഓക്കെ, ഇത് ഏതാ വേരിയന്റ്? നമ്മള് സീറ്റ വേരിയന്റ്. സീറ്റ വേരിയന്റ്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്, സീറ്റ ഓട്ടോമാറ്റിക്. അപ്പൊ നമ്മുടെ ടോപ്പ് എൻഡുമായിട്ട് എന്താ വ്യത്യാസം വരുന്നത്? ടോപ്പ് എൻഡുമായിട്ടുള്ള വ്യത്യാസം എന്താ? ടോപ്പ് എൻഡുമായിട്ട് ഇന്റീരിയൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് AC വെൻസ് നോബ് ആയിരിക്കും വരുന്നത്. AC ടോപ്പ് വേരിയന്റിലോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC അതിനകത്ത് വരും. അതിൽ ഫ്ലൈറ്റ് സ്വിച്ചസ് എന്നാണ് പറയുന്നത്, അത് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വരുന്നത് ഫുൾ ഓപ്ഷൻ വാഹനത്തിലാണ്. ഇന്റീരിയലി പറയാനായിട്ട് മെയിൻ ആയിട്ട് അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. ബാക്കിയെല്ലാം ഇന്റീരിയലി ഫുള്ള് സെയിം തന്നെയാണ്. സെയിം ആയിരിക്കും. അതെ, ക്ലസ്റ്റർ ഉൾപ്പെടെ സെയിം തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഓൺ റോഡ് പ്രൈസും നമുക്ക് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് വേരിയന്റ് ഓൺ റോഡ് പ്രൈസും അതുപോലെ ഇതിന്റെ ടോപ്പ് എൻഡ് ആയിട്ട് ആൽഫ അല്ലേ? ആൽഫ ഓട്ടോമാറ്റിക് പ്രൈസ് എത്രയാണ് ഓൺ റോഡ് പ്രൈസ്? അതായത് ഇപ്പം സീറ്റയും ആൽഫയും തമ്മിൽ 98 വ്യത്യാസം വിലയിലുണ്ട്. സീറ്റയും ആൽഫയും തമ്മിൽ. പിന്നെ ഏറ്റവും ബേസ് മോഡല് മാനുവല് സിഗ്മ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ്. അതിന്റെ ഓൺ റോഡ് പ്രൈസ് 7,05,000 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതിന്റെ കാട്ടിയും 68,000 രൂപ കൂടുതലായിരിക്കും ഇതിന്റെ ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ്. അതിനെക്കാട്ടി 50,000 രൂപയുടെ വ്യത്യാസമുണ്ട് സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ്. അതിനെക്കാട്ടിയും 1 lakh വ്യത്യാസമുണ്ട്. അതായത് ഏകദേശം 98 വ്യത്യാസമുണ്ട് സീറ്റയും ആൽഫയും തമ്മിൽ. അപ്പൊ ഇതിന്റെ ഈ ടോപ്പ് എൻഡ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര വരും നമുക്കപ്പോ? ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8,98 വരും. 8,98. അതിനകത്ത് നിന്നാണ് നമുക്ക് ഈ ഓഫർ കാര്യങ്ങൾ കുറയുന്നത്. ഓട്ടോമാറ്റിക് വേരിയന്റിന്റെ. അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി ഫ്രോൺസ് അല്ലേ? നമ്മുടെ നെക്സയില് തന്നെ അത്യാവശ്യം ടോപ്പ് സെല്ലിങ്ങിലുള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പൊ ഇത് ഏതാണ് വേരിയന്റ്? ഇത് ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ്. ഡെൽറ്റ പ്ലസ്. അതെ, നമുക്ക് അതായത് നമുക്ക് ഫ്രോൺസിൽ 2 ടൈപ്പ് എഞ്ചിൻ ഉണ്ട്. അതില് 1.2 ലിറ്ററിൽ ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന വാഹനമാണ് ഇത്. 1.2 ലിറ്റർ. അതെ 1.2 ലിറ്ററിൽ ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. അപ്പൊ പിന്നെ അല്ലാതെ ഏതോ വേരിയന്റ് വരുന്നത്? ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്ന ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് 1.2 വരുന്നത്.
1 ലിറ്റർ ടർബോയിലോട്ട് വരുമ്പോഴാണ് ആൽഫ സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റിലോട്ട് വരുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ടോപ്പ് എൻഡുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബേസ് മോഡലിൽ നിന്നും ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് ഓൺ റോഡ് പ്രൈസ്? ഇതിപ്പോ കിടക്കുന്ന 1.2 ലിറ്ററിൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇത് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 11,07,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വാഹനമാണ് ഈ മോഡലിന്. 1 ലിറ്റർ ടർബോയിലോട്ട് പോകുമ്പോഴത്തേക്കും 15.5 ലക്ഷം രൂപ ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരുന്ന വാഹനമാണ് ടർബോയിലേക്ക് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് വാഹനത്തിന്. 1 ലിറ്റർ ടർബോ ആ ഫുൾ ഓപ്ഷനും ഈ 1.2 ഫുൾ ഓപ്ഷനുമായിട്ട് പുറമേ നോക്കുമ്പോൾ ഫ്രണ്ട് ഒരു വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. LED ഐസ്ക്യൂബ് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, LED വൈറ്റ് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. സൈഡിലോട്ട് പോകുമ്പോൾ അലോയ് വീൽസിൽ വ്യത്യാസമുണ്ട്. ടയർ സൈസ് 16 ഇഞ്ച് സെയിം തന്നെയാണ് വരുന്നത്. ഇതിൽ വരുമ്പോൾ ബ്ലാക്ക് പെയിന്റഡ് അലോയ്സ് ആയിരിക്കും വരുന്നത്. ആൽഫയിലോട്ട് പോകുമ്പോൾ ഡുവൽ ടോൺ മെഷീൻ കട്ട് അലോയ്സ് വരും, വ്യത്യാസം വരുന്നത്. നമുക്ക് ഇന്റീരിയറിലോട്ട് പോകും. അപ്പൊ ഇത് ഫ്രോൺസിന്റെ തന്നെ 1.2 ലിറ്റർ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്, ഓട്ടോമാറ്റിക്. ഇത് ഏതാ വേരിയന്റ്? ഇത് ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് എന്താ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഡെൽറ്റ പ്ലസിൽ വരുമ്പോൾ 7 ഇഞ്ചിന്റെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റിയാണ് വരുന്നത്. പിന്നെ അതിനകത്ത് പോലെ സ്റ്റിയറിംഗ് വരുമ്പോൾ സ്റ്റിയറിംഗ് മൗണ്ടോസ് കൺട്രോൾസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ബട്ടൺ, പ്രീവിയസ് ബട്ടൺ, വോളിയം കൺട്രോൾ, ഒറ്റയടിക്ക് തന്നെ സൈലന്റ് സ്വിച്ച് വെക്കാനുള്ള. അതേപോലെ തന്നെ മറ്റു വാഹനങ്ങളിൽ വരുന്ന പോലെ കോൾ എൻഡിങ്, കോൾ സ്റ്റാർട്ടിംഗ് സ്വിച്ചസ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് സ്വിച്ചസ്. അതൊക്കെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട്. അതെ, ഇവിടെ ഒന്നും വരുന്നില്ല, ഇവിടെ പ്ലെയിൻ ആണ് വരുന്നത്. ഇവിടെ മറ്റേ ടർബോ എന്ന് പറയുന്ന ഒരു വാഹനം വരുന്നുണ്ട് ഈ ഫ്രോൺസിൽ തന്നെ. അതിനകത്താണ് ക്രൂയിസ് കൺട്രോളിന്റെ സ്വിച്ചസ് ഇവിടെ വരുന്നത്. അത് 1.2 ടർബോ വരുന്നില്ല, ഇല്ല വരുന്നില്ല. 1 ലിറ്ററിലെ വരുന്നത്, 1 ലിറ്റർ ടർബോയില് വരുന്നത്. അതിനകത്താണ് ഈ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ അതെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഡോർ പാഡിലോട്ട് വരുമ്പോഴത്തേക്കും 4 ഡോർ പവർ വിൻഡോസിന്റെ സ്വിച്ചസ് തന്നെ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസിന്റെ സ്വിച്ചസ്, സെൻട്രൽ ലോക്കിന്റെ സ്വിച്ചസ് വരുന്നുണ്ട്. മിറർ ഫോൾഡബിളും മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സ്വിച്ചസും വരുന്നുണ്ട്. അതെ, പിന്നെ ഓട്ടോമാറ്റിക്. പിന്നെ ഇതിനകത്ത് വരുമ്പോൾ AC നമുക്ക് വരുന്ന ബേസ് മോഡൽ തൊട്ടേ നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമാറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. ഈ വാഹനം 6 എയർ ബാഗ് വാഹനമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് കീ പൊസിഷനിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഈ 2 സ്വിച്ചസ് ആണ് നമുക്ക് ഇതിനകത്ത് ഇവിടെ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇതിന്റെ ഒരു ഇന്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ. അതെ, ഇന്റീരിയറിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഡുവൽ ടോൺ ഇന്റീരിയർ സ്റ്റൈലിഷിംഗ് ആയിട്ടുള്ള ഒരു ഇന്റീരിയറാണ് വരുന്നത്. കുറച്ചുകൂടി സ്പോർട്ടി ലുക്കാണ് കാണാനായിട്ട്. ബേസ് വേരിയന്റ് തൊട്ട് ഈ ഒരു സെയിം തന്നെ, ബേസ് മോഡൽ തൊട്ട് ഫുൾ ഓപ്ഷൻ വരെയുള്ള എല്ലാ വാഹനത്തിനും ഇന്റീരിയറിൽ സെയിം കളർ തന്നെ വരുന്നത്, ഒരു മാറ്റവും. ഈ വേരിയന്റിന്റെ അകത്ത് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റബിൾ ആണോ? ഈ വേരിയന്റ് വരുന്നില്ല. ഈ വേരിയന്റിൽ സീറ്റ് അഡ്ജസ്റ്റബിൾ വരുന്നില്ല. പകരം ഇതിന്റെ അടുത്ത വേരിയന്റ് ഉണ്ട്, സീറ്റ 1 ലിറ്റർ ടർബോ. അതുകൊണ്ടാണ് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഫുൾ അഴിച്ചിട്ട് നമ്മുടെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും വെച്ച് നമുക്ക് സർവീസ് സെന്ററിൽ നിന്ന് ഓർഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. അപ്പൊ അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ അതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ മാരുതിയിൽ നെക്സയിൽ നിങ്ങളൊരു നല്ല മൈലേജ് ഉള്ള ഒരു SUV വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ നമ്മളത് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഗ്രാൻഡ് വിറ്റാര ആയിരിക്കും. ഇതിന്റെ പല എഞ്ചിൻ സ്പെക് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നാദർ ഷാ ബ്രോയോട് ചോദിച്ചു പോകാം അല്ലെ. എന്താണ് ഇതിന്റെ എഞ്ചിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? ഇതില് വരുമ്പോൾ നമുക്ക് 3 ടൈപ്പ് എഞ്ചിൻ വരുന്നുണ്ട്. അതില് മൈൽഡ് ഹൈബ്രിഡ്, സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി വരുന്നുണ്ട്. പ്ലസ് അതുകൂടാതെ തന്നെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ടെക്നോളജി വരുന്നുണ്ട്. പിന്നെ ഓൾ വീൽ ഡ്രൈവ് 4x4. അതെ, ഈ 3 ടെക്നോളജിയാണ് ഈ ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞ മോഡലിൽ വരുന്നത്. അത് എഞ്ചിനിൽ വരുന്ന വ്യത്യാസം. അതെ, ഇതില് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ മോഡലാണ് ഈ കിടക്കുന്നത്. അതെ, ഹൈബ്രിഡ്. അപ്പൊ അതിനകത്ത് നമ്മുടെ നോർമൽ ഹൈബ്രിഡുമായിട്ട് എന്താ വ്യത്യാസം? നോർമൽ ഹൈബ്രിഡുമായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ വരുമ്പോൾ K സീരീസിൽ ഡുവൽ ജെറ്റ് VVT എഞ്ചിനിൽ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഹൈബ്രിഡിലോട്ട് പോകുമ്പോഴത്തേക്കും 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 3 സിലിണ്ടർ എഞ്ചിനിൽ 27.97 മൈലേജ് ആണ് കിട്ടും. ഇതില് നമുക്ക് പെട്രോളിൽ വിത്ത് AC 18 കൺഫേം ആയിട്ട് കിട്ടുന്ന വാഹനമാണ് സ്മാർട്ട് ഹൈബ്രിഡിൽ വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഹൈബ്രിഡ് സ്മാർട്ട് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് ഹൈബ്രിഡ് നമ്മുടെ എഞ്ചിനിൽ അല്ലെങ്കിൽ മൈലേജിൽ കറക്റ്റായിട്ട് എഫക്റ്റ് ആകുന്നത്? അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഹൈബ്രിഡിലേക്ക് നമ്മൾ പോകുമ്പോൾ
അത് റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ പവർ യൂസ് ചെയ്യാം. അതിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇലക്ട്രിക്കലും സ്റ്റാർട്ട് ചെയ്ത് 40 കിലോമീറ്റർ സ്പീഡ് വരെ പെട്രോളും 40 കഴിയുമ്പോൾ പെട്രോളും ഇലക്ട്രിക്കലും ഒരുമിച്ച് വർക്കാവും. അപ്പോഴാണ് നമുക്ക് ഈ 27.97 മൈലേജ് നമുക്ക് കിട്ടുന്നത്. അതിൽ തന്നെ നമുക്ക് EV മോഡ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെട്രോൾ മോഡ്, നമുക്ക് EV മോഡ് അല്ലാതെ പവർ മോഡ് വരുന്നുണ്ട്. പവർ മോഡാണ് നമ്മൾ പെട്രോളിലോട്ട് കൺവേർട്ട് ആവുന്നത്. EV മോഡിൽ നമുക്ക് 30 കിലോമീറ്റർ താഴെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അതാണ് സ്ട്രോങ് ഹൈബ്രിഡ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രൈസ് കൂടുതലായിട്ടുള്ള ഒരു വേരിയന്റ് ആണ് ഹൈബ്രിഡ് വരുന്നത്. ഇത് നമ്മുടെ ഏത് വേരിയന്റ്? ഇത് നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡില് സീറ്റ എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഇപ്പൊ നമുക്കപ്പോ എത്ര ആയിരിക്കും ഇതിന്റെ ഒരു ബേസ് മോഡലിന്റെ ഓൺ റോഡ് പ്രൈസും അതുപോലെ ടോപ്പ് എൻഡിന്റെ ഒരു ഓൺ റോഡ് പ്രൈസും? അതായത് സ്മാർട്ട് ഹൈബ്രിഡിൽ ബേസ് മോഡൽ എന്ന് പറയുന്ന വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ്, അതായത് എക്സ്ഷോറൂം, ഇൻഷുറൻസ്, റോഡ് ടാക്സ്, TCS ഇവിടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,88,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതെ, അതിന്റെ സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്കും മാനുവൽ വരുമ്പോൾ 20 ലക്ഷം രൂപ ഏകദേശം വരുന്ന ഓൺ റോഡ് പ്രൈസ് വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ ഹൈബ്രിഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഡെൽറ്റ പ്ലസ്, സീറ്റ പ്ലസ്, ആൽഫ പ്ലസ് ഈ ഇങ്ങനെ വേരിയന്റ് ആണ് വരുന്നത്. അതിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയന്റ് വരുന്ന ഡെൽറ്റ പ്ലസ് ആണ് ഹൈബ്രിഡിൽ. അതിന് വരുമ്പം 20 ലക്ഷത്തിനും 21 ലക്ഷത്തിനും ഇടക്ക് വരും ഓൺ റോഡ് പ്രൈസ്. അതെ. അപ്പൊ പിന്നെ ഇതിന്റെ സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ഒറ്റ വേരിയന്റേ ഉള്ളൂ. സ്ട്രോങ് ഹൈബ്രിഡിലോട്ട് വരുമ്പോൾ 3 വേരിയന്റ് ഹൈബ്രിഡിൽ വരുന്നത്: ഡെൽറ്റ പ്ലസ്, സീറ്റ പ്ലസ്, ആൽഫ പ്ലസ്. അപ്പൊ ആൽഫ പ്ലസിന് അപ്പൊ എത്ര ആയിരിക്കും ഓൺ റോഡ് വരുന്നത്? ആൽഫ പ്ലസ് എന്ന് പറയുമ്പോൾ ആൽഫ പ്ലസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് കൂടി നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയന്റ്. അതിനകത്താണ് നമുക്ക് ഈ ഓപ്ഷൻ വേരിയന്റിലാണ് നമുക്ക് പാനോരമിക് സൺറൂഫ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൽഫ പ്ലസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് വരുമ്പോൾ 25 ലക്ഷത്തിനും 24 ലക്ഷത്തിനും ഇടക്ക് ഓൺ റോഡ് പ്രൈസ് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വണ്ടിയിൽ നോക്കാം. ഇത് അപ്പൊ ഏത് വേരിയന്റ് ആണ്? ഇത് സീറ്റ, സ്മാർട്ട് ഹൈബ്രിഡിൽ സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇതിൽ നമുക്ക് ഇന്റീരിയർ വരുമ്പോഴത്തേക്കും നമുക്ക് ആർക്കമിസിന്റെ 7 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. വയർലെസ് ആണ് ഇതിന്റെ. അത് സൗണ്ട് സിസ്റ്റം ഇതിനകത്ത് മാത്രം, അതായത് സീറ്റ തൊട്ടാണ് ആർക്കമീസ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ആർക്കമീസിന്റെ 7 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ വിത്ത് റിവേഴ്സ് ക്യാമറ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു വാഹനമാണിത്. ഇതിൽ തന്നെ സുസുക്കി കണക്ട് വരുന്നുണ്ട്. നമുക്ക് വണ്ടി ഏത് രാജ്യത്ത് നിന്നുള്ള വണ്ടി ട്രാക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതിനകത്ത് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. 6 എയർ ബാഗ്സ് വരുന്നുണ്ട് ഇതിനകത്ത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടോസ് കൺട്രോൾസ്, വോളിയം കൺട്രോൾ, ബ്ലൂടൂത്ത് സ്വിച്ചസ് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ കീലെസ് എൻട്രി ആണ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് നമുക്ക് വരുന്നത്. പിന്നെ ഡോർ പാഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഡുവൽ ടോൺ ഇന്റീരിയലാണ് നമുക്ക് ഇന്റീരിയൽ വരുന്നത്. അതിൽ ഡോർ പാഡിലും അത് ഒരു ലെതർ പ്രീമിയം ലെതർ ഫിനിഷിംഗ് ആണ് ഇതിനകത്ത് ഇന്റീരിയൽ വരുന്നത്. അതിപ്പോൾ തന്നെ നമുക്ക് ഡോർ പാഡിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോർ പാഡിൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോസ് സ്വിച്ചസ് വരുന്നുണ്ട്. മിറർ ഫോൾഡബിൾ സ്വിച്ച്, മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സ്വിച്ച്, സെൻട്രൽ ലോക്ക് സ്വിച്ചസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡോർ പാഡിൽ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് വരുന്നുണ്ട്. ടെലസ്കോപ്പിക് വരുന്നത് അടുത്ത വേരിയന്റ് ആണ് ടെലസ്കോപ്പിക് വരുന്നത്. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതെ, തീർച്ചയായിട്ടും ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സൺറൂഫ് വരുന്നില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. സൺറൂഫും 360 ക്യാമറയും വരുന്നില്ല എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും മനസ്സിലായി കാണും നമ്മൾ ഇത് ഏത് വണ്ടിക്കകത്തായിരിക്കുന്നതെന്ന്. അപ്പൊ ഏത് വണ്ടിയാണ് ഇത്? ജിംനി. അത് തന്നെ. അപ്പൊ എന്താണ് ഈ വണ്ടിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് ജിംനി ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡിനെ സ്നേഹിക്കുന്നവർക്ക് പക്കാണ് ജിംനി. പിന്നെ നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആണ്. എൻജിൻ പെർഫോമൻസിൽ പുലിക്കുട്ടിയാണ് ജിംനി. പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഓടിച്ച് കയറ്റാം വണ്ടി. പിന്നെ നമുക്ക് ഫുൾ ലോഡ് ഫീച്ചർ വണ്ടിയാണ് ഈ വരുന്നത്. അതെ. എത്ര വേരിയന്റ് വരുന്നുണ്ട് ഇതിൽ? 2 വേരിയന്റ് വരുന്നത്, സീറ്റ ആൻഡ് ആൽഫ, ഇങ്ങനെ 2 വേരിയന്റ് ആണ് വരുന്നത്. അതിൽ ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, ഈ ആൽഫയിൽ വരുമ്പോഴത്തേക്ക് 9 ഇഞ്ചിന്റെ ആർക്കമിസ് സറൗണ്ട് സിസ്റ്റം, ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് കവർ, ക്രൂയിസ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC, പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടോസ് കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗിയർ ബോക്സിലോട്ട് പോകുമ്പോൾ ഇത് AT ട്രാൻസ്മിഷനാണ് വരുന്നത്. അതെ, ടോർക്ക് കൺവേർട്ടർ ആണ് വരുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് ചെറിയൊരു നോബ് വരുന്നുണ്ട്. ഓഫ് റോഡിൻ്റെ ഗിയർ നോബ് കൂടി വരുന്നുണ്ട്. അതിനകത്ത് തന്നെ 2H
4H 4L വരുന്നുണ്ട്. 4L എന്ന് പറയുമ്പോൾ 4L എന്ന് പറയുമ്പോൾ നമ്മളിപ്പം 4 വീൽ ഡ്രൈവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ബ്ലോക്ക് കട്ട അല്ലെങ്കിൽ നമ്മൾ പുതമണ്ണ് അത്രയും വണ്ടി കയറാനുള്ള ഒരു ഫോഴ്സ് ഫസ്റ്റ് ഇട്ട് നമ്മൾ എടുക്കുമ്പോൾ ഉള്ള ഒരു ഫോഴ്സ് ഇല്ലേ, ആ കിട്ടാൻ വേണ്ടിയിട്ടാണ് 4L യൂസ് ചെയ്യുന്നത്. ഈ ജിംനിയുടെ ഒരു ഇന്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ മറ്റുള്ള വണ്ടികളിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആണ്. അതെ, ഒരു SUV-ൽ വരുന്നത് പോലെയുള്ള ഇന്റീരിയലാണ് വരുന്നത്. ഇന്റീരിയൽ വരുമ്പോഴത്തേക്കും പ്രീമിയം ടച്ചിൽ തന്നെയാണ് ഇന്റീരിയൽ മാരുതി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഓഫ് റോഡ് വണ്ടിയുടെ ലുക്കിന്റെ ആ ഒരു രീതി പ്രീമിയം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അതെ അതെ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഡിസൈൻ തന്നെ. അതിന്റെ ബട്ടൺസിലൊക്കെ ആണെങ്കിലും ഓരോരോ അതെ, ഇതിന്റെ പവർ വിൻഡോസിന്റെ സ്വിച്ചസ് തന്നെ വരുന്നത് തന്നെ ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത്. ഇതാണ് ഫ്രണ്ടിലെ പവർ വിൻഡോസിന്റെ സ്വിച്ചസ് വരുന്നത്. ഇത് ഡ്രൈവർ സൈഡ് പവർ വിൻഡോസിന്റെ സ്വിച്ചസ്. പിന്നെ അതുപോലെ തന്നെ ഹിൽ ഡിസെന്റും ഹിൽ ഹോൾഡ് കൺട്രോളും ഇതിനകത്ത് വരുന്നുണ്ട്. ഹിൽ ഡിസെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറ്റത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് വണ്ടി നമ്മൾ ഹിൽ ഡിസെന്റിൽ ഇടുമ്പോഴത്തേക്കും വണ്ടി പിടിച്ച് പതിയെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഹിൽ ഡിസെന്റ്. അതുപോലെ ഹിൽ ഹോൾഡ് നമ്മൾ കയറ്റത്തിൽ കൊണ്ട് വണ്ടി നിർത്തുമ്പോൾ വണ്ടി 3 സെക്കൻഡ് നേരത്തേക്ക് വണ്ടി ഹോൾഡ് ആയിട്ട് ചെയ്യും. അതാണ് ഹിൽ ഹോൾഡ് അസിസ്റ്റ്. അതും ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇന്റീരിയറിൽ ആ ഒരു എന്താ ടച്ച് നമുക്ക് കാണാം. അതെ തീർച്ചയായിട്ടും. അതെ അതെ, ഇന്റീരിയൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് വരുന്നത്. ഏത് കളർ എടുത്തു കഴിഞ്ഞാലും ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ടോപ്പ് വേരിയന്റിൽ വരുമ്പം സ്ക്രീനിന്റെ അവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് വരുന്നുണ്ട്. ഇതിന് ഹെഡ് ലാമ്പ് വാഷർ വരുന്ന വേരിയന്റ് ഇതാണ്, ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നത്. ഇത് ഏകദേശം 18-നും 19-നും അടക്കം ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് മാരുതി ഇപ്പോൾ 1 lakhന്റെ ഓഫർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെയാണ് ജിംനിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ജിംനിയെ ഇഷ്ടപ്പെടുന്നവർ ഒരു വണ്ടി പ്രാന്തം തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ജിംനി യൂസ് ചെയ്യുന്ന കൂടുതലും റൈഡിനെ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും ജിംനി വിചാരിക്കുന്നത്. അപ്പോൾ ഫാമിലി കംഫർട്ടബിൾ വാഹനം കൂടിയാണ്. ആ ഒരു രീതിയിലാണ് ഇന്ത്യയിലേക്ക് ഈ സാധനം അല്ലേ തീർച്ചയായിട്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വണ്ടീനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കും വണ്ടീനെ ഒരു എക്സ്ട്രീം ലെവലിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയതാണ്. എന്നാൽ ഒരു ഫാമിലിക്ക് പറ്റാവുന്ന രീതിയിലുമാണ് ഇന്ത്യയിൽ ജിംനി ഇറക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ജിംനി 5 ഡോർ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് GST ബെനിഫിറ്റിനെ കുറിച്ചാണ്. കാര്യം എന്നാൽ നിങ്ങൾ വണ്ടി എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സമയം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ GST ബെനിഫിറ്റോടുകൂടി മാരുതി വണ്ടികൾക്ക് എല്ലാം നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പ്രൈസൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു GST ബെനിഫിറ്റുകളുടെ ഡീറ്റെയിൽ വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.